ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ഇന്ന് ഓഗസ്റ്റ് 28. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2 അധ്യായങ്ങളാണ് ഇന്നത്തെ ആദ്യത്തെ വായനാഭാഗം. ഇന്നലെ നമ്മൾ 3 രാജാക്കന്മാരുടെ 22 അധ്യായങ്ങളുടെ അവസാന പുസ്തകവും വായിച്ചു കഴിഞ്ഞു. പുതിയ പുസ്തകം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം, അതിൽ 1-2 അധ്യായങ്ങൾ. ആഹാബ് മരിച്ചു. വീണ്ടും മോവാബ്യർ ഇസ്രായേലിനോട് മത്സരിച്ചു, യുദ്ധത്തിന് വന്നു. അഹസ്യാവ് രാജാവ്, ഇസ്രായേലിൻ്റെ രാജാവ് അഹസ്യാവ് തൻ്റെ കൊട്ടാരത്തിൻ്റെ കിളിവാതിൽ നിന്ന് വീണ് ദീനം പിടിച്ച് കിടപ്പായി. അപ്പോൾ അവർ എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് ചെന്ന് അരുളപ്പാട് ചോദിക്കാൻ വേണ്ടി അയച്ചു. ഈ എക്രോൻ എന്ന് പറയുന്നത് ഫെലിസ്ത്യ പട്ടണങ്ങളിൽ ഒന്നാണല്ലോ. ആ ഫെലിസ്ത്യ പട്ടണം ഒന്നിലെ ഒരു ദേവനാണ് ബാൽസെബൂബ്. അപ്പോൾ അവിടെ പോയി എങ്ങനെയാണ് എൻ്റെ ഭാവി സംബന്ധിച്ച്, എൻ്റെ രോഗം സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ആ ദൈവത്തോട്, അന്യദൈവത്തോട് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ദൂതന്മാരെ അയക്കുകയാണ്. ദൂതന്മാർ പുറപ്പെട്ടു പോയി. എന്നാൽ ഈ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവോട് ദൈവം കൽപ്പിച്ച് എഴുന്നേറ്റ് ശമര്യ രാജാവിൻ്റെ ദൂതന്മാരോട് പോയി സംസാരിക്കാൻ പറയുകയാണ്. അങ്ങനെ എഴുന്നേറ്റ് പോയി ദൈവം പറഞ്ഞ കാര്യം പോയി പറയുകയാണ്. ഇസ്രായേൽ ദൈവം ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ബാൽസെബൂബിനോട് അരുളപ്പാട് ചോദിക്കാൻ പോയിരിക്കുന്നത്. ഇത് കാരണം ഈ അഹസ്യാവ് കട്ടിൽ നിന്ന് ഇറങ്ങില്ല, അവൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടിട്ട് അവർ പിന്നെ യാത്ര തുടർന്നില്ല, തിരിച്ച് അഹസ്യാവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അഹസ്യാവ് എന്ത് വന്ന് നിങ്ങൾ പോയ കാര്യം അതെന്താ പോകാത്തത്, തിരിച്ചെന്താ പെട്ടെന്ന് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വഴിയിൽ ഒരാളിനെ കണ്ടു, അയാളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആളിൻ്റെ രൂപം ഒക്കെ ചോദിച്ചു. രൂപമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഇന്ന രൂപമാണ്. അപ്പോൾ അത് അഹസ്യാവിന് മനസ്സിലായി, അത് ഏലിയാവ് തന്നെയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അയാൾ ഒരു ആളെ നേതൃത്വത്തിൽ 50 പേര്, 51 പേര്, ഒരു നേതാവും 50 പേരുമായിട്ട് ഏലിയാവിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഏലിയാവിൻ്റെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ ഏലിയാവ് മലയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. തീർഷ ഇറങ്ങി വരുവിൻ, രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഏലിയാവിൻ്റെ കൽപ്പനയാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി ആ 51 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. ഇത് അഹസ്യാവ് പറഞ്ഞ് വീണ്ടും ഒരാളെയും അയാളുടെ കൂടെ 50 പേരെ അയച്ചു. അവരെയും ഈ പറഞ്ഞതുപോലെ ഏലിയാവ് കൽപ്പന പ്രകാരം ആകാശത്തു നിന്ന് ദൈവം തീ അയച്ചിട്ട് അവരെയും നശിപ്പിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. നമ്മൾ ആലോചിക്കും ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഏലിയാവിനെ വരാൻ പറയാനാണെങ്കിൽ, വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏലിയാവിനെതിരെ കുറ്റം ചുമത്തിയിട്ടല്ല, ഏലിയാവിനെ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ബാക്കി കാര്യങ്ങൾക്ക് പരിഹാരം കാണാനാണെങ്കിൽ 2-3 പേരെ അയച്ചാൽ മതി. ഈ 50 പേരെ അയക്കുന്നത് തന്നെ ദുഷ്ടലാക്കോടുകൂടി ആണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. അത് ഏലിയാവിന് മനസ്സിലായി, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. വീണ്ടും ഇതുപോലെ തന്നെ ഇത്രയും ആളുകൾ വീണ്ടും അവിടെ അയക്കുന്നുണ്ട്. എന്നാൽ അതിൽ നേതാവായിരുന്ന ആൾ അവിടെ ഏലിയാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയും ദൈവപുരുഷനായ അദ്ദേഹത്തോട്, എൻ്റെ പ്രാണനെ, നിൻ്റെ ദാസന്മാരെ 50 പേരുടെ പ്രാണനെ ആദരിക്കണമേ, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി 50 പേർക്ക് അധിപതിമാരായ മുമ്പിലത്തെ 2 കൂട്ടരെയും ദഹിപ്പിച്ചതുപോലെ ഞങ്ങളെ ദഹിപ്പിച്ച് കളയരുത്, ഞങ്ങളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഏലിയാവോട് പറഞ്ഞാൽ ഇവരോടുകൂടെ പോ, ഇവർ നിനക്ക് ദോഷം വരുത്തുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് അവരോടുകൂടെ പോയി. അവിടെ ചെന്ന് അയാളോടും അത് തന്നെ പറയുകയാണ് വീണ്ടും, ഇസ്രായേലിൽ ദൈവം ഇല്ലാഞ്ഞിട്ടാണ് നീ എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് അരുളപ്പാട് ചോദിക്കാൻ ദൂതന്മാരെ അയച്ചത്. ഇത് കാരണം നീ കട്ടിൽ നിന്ന് ഇറങ്ങില്ല, ഇവിടെ ഇരുന്ന് തന്നെ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന അയാൾക്ക് മകനില്ലായിരുന്നു. അതുകൊണ്ട് യഹോരാം എന്നൊരു ആളാണ് അവിടെ വീണ്ടും രാജാവായി വരുന്നത്. അതാണ് 1-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനം. ഇനി 2-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. അത് എലീശയെ സംബന്ധിച്ചാണ്. എലീശ ഈ ഏലിയാവിൻ്റെ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചും ആ
എലീശായിൽ നിന്ന് സംഭവിക്കുന്ന ചില വലിയ അത്ഭുതങ്ങളും ആണ് നമ്മൾ ഇതിലെ പ്രതിപാദം. അവിടെ ഏലിയാവിന് ഇവർ തമ്മിൽ വേർപിരിയേണ്ട സമയമായി. ഏലിയാവും എലീശായും തമ്മിൽ വേർപിരിയേണ്ട സമയമായി. അപ്പോൾ ഏലിയാവ് പറയാണ്, എന്നെ ദൈവം ബഥേലിലേക്ക് അയച്ചിരിക്കുകയാണ്, നീ ഇവിടെ തന്നെ തങ്ങ് എന്ന് പറയാം. ഇല്ല, ഞാൻ നിന്നെ വിടുകയില്ല. വിടാൻ ഉദ്ദേശമില്ല എലീശയ്ക്ക്. എലീശ പറയാണ്, ഞാൻ നിൻ്റെ കൂടെ പോരും എന്നുള്ള അർത്ഥത്തിൽ. യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ പറഞ്ഞ ബഥേലിലേക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി. അവിടെ വെച്ചും പറഞ്ഞു, എരിഹോയിൽ എന്നെ അയച്ചിരിക്കുകയാണ്, നീ ഇവിടെ തങ്ങ്, അല്ലെങ്കിൽ നമ്മൾ പിരിയാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴും പറയാണ്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എരിഹോയിലേക്കും പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും, നേരത്തെ എരിഹോയിൽ ചെല്ലുമ്പോഴും ബഥേലിൽ ചെല്ലുമ്പോഴൊക്കെ അവിടുത്തെ പ്രവാചക ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഇന്ന് ഏലിയാവിനെ നിന്നിൽ നിന്ന് എടുത്തു കളയും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഇത് മനസ്സിലാവുന്നു എന്നുള്ളതാണ്, അവർക്കും ഇത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ രണ്ടാമത്തെ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ വെച്ചും ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, യഹോവ ഈ നിന്നെ ഏലിയാവിൽ നിന്ന് വേർപിരിക്കും, അല്ലെങ്കിൽ ഏലിയാവിനെ ദൈവം എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നു? ഞാൻ അറിയുന്നു എന്ന് മറുപടിയും പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് എരിഹോയിൽ നിന്ന് യോർദാനിലേക്ക് എന്നെ അയച്ചിരിക്കുന്നു, പോവുകയാണ് എന്ന് പറയുമ്പോൾ അപ്പോഴും ഏലിയ പ്രവാചകനെ തടയുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിടുന്നില്ല എന്ന് പറയാം. എന്നിട്ട് അവിടെ യോർദാൻ നദിയുടെ അടുത്ത് ചെന്നു. അപ്പം യോർദാനിലേക്ക് അയച്ചിരിക്കുന്നതാണല്ലോ പറഞ്ഞത്. അപ്പോൾ യോർദാൻ സ്ഥലത്തേക്ക് പോകണം. അവിടെ ചെല്ലുന്നതിന് മുമ്പ് യോർദാൻ നദി എത്തി. നദിയിൽ അദ്ദേഹത്തിൻ്റെ പുതപ്പ് എടുത്ത് രണ്ടായിട്ട് മടക്കി വെള്ളത്തെ അടിച്ചു. ഏലിയാവ് അടിച്ചു. ഏലിയ ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവർ നടുക്കൂടെ ഉണങ്ങിയ നിലത്തോടുകൂടി അപ്പുറത്ത് കടന്നു പോവുകയും ചെയ്തു. അവരക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട് ചോദിക്കണം, ഞാനും നീ തമ്മിൽ വേർപിരിയുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. എലീശ പറയുകയാണ്, നിന്റെ ആത്മാവിൽ നിനക്കൊരു ആത്മാവിൻ്റെ പങ്ക് ദൈവം തന്നിട്ടുള്ളൂ, അതിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഇതാണ് എലീശ പറയുന്ന ആവശ്യം. നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാണ്, പക്ഷേ ദൈവം എന്നെ നിന്നിൽ നിന്ന് വേർതിരിക്കുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കത് ലഭിക്കും, അത് കണ്ടില്ലെങ്കിൽ അത് നടക്കുകയില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഗ്നി കൊണ്ടുള്ള രഥവും അഗ്നി കൊണ്ടുള്ള കുതിരകളും ഒക്കെ വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എലീശ അത് കണ്ടിട്ട് എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. പിന്നെ അവർ തമ്മിൽ വേർപിരിച്ചു, അവർ തമ്മിൽ കാണുന്നില്ല. ഈ ഒരു കാഴ്ചയാണ് അവിടെ എലീശ കാണുന്ന കാഴ്ച. പക്ഷേ ഇത് എലിയാ പറഞ്ഞ പോലെ ഏലിയ പ്രവാചകനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ പോലെ ഇരട്ടി പങ്ക് കിട്ടിയിരിക്കാം. അപ്പോൾ ആ പുതപ്പ് ഏലിയാവിലുണ്ടായിരുന്ന പുതപ്പ് അത് എലീശയിലേക്ക് വന്ന് വീണു. എലീശ ആ പുതപ്പ് കൊണ്ട് വെള്ളത്തെ അടിച്ചു. നേരത്തെ ഏലിയാവ് അടിച്ചതുപോലെ സംഭവിക്കുമെന്ന് നോക്കാനായിരിക്കണം അദ്ദേഹം വെള്ളത്തെ അടിച്ചത്. ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നേരത്തെ പോലെ രണ്ട് ആയിട്ട് തിരിഞ്ഞു. ആ യോർദാൻ്റെ മണ്ണിൽ കൂടെ നദീൻ്റെ അകത്തുള്ള മണ്ണിൽ കൂടെ അങ്ങോട്ട് കടന്നു പോയതുപോലെ തന്നെ എലീശ മാത്രമായിട്ട് ഇക്കരെ കടക്കുകയും ചെയ്തു. ഇത് യോർദാൻ്റെ എരിഹോയിൽ നിന്നിരുന്ന പ്രവാചകന്മാർ ഇത് കണ്ടു. ഏലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ ഏലിയാവ് ചെയ്ത അതേ പ്രവൃത്തി എലീശ ചെയ്തത്. അവർ സാഷ്ടാംഗം വീണ് അദ്ദേഹത്തെ നമസ്കരിച്ചു. പിന്നെ അവർ പറയുന്നൊരു കാര്യം, ഈ ഏലിയാവിനെ ദൈവം എടുത്ത് എവിടെയെങ്കിലും പർവ്വതങ്ങളിലോ മലകളിലോ വല്ലതും ഇട്ടിട്ടുണ്ടാവും, ഞങ്ങൾ പോയി അന്വേഷിക്കട്ടെ ചോദിക്കുന്നു. വേണ്ട എന്ന് എലീശ പറയുന്നു. പക്ഷെ അവർ വീണ്ടും നിർബന്ധിക്കുകയാണ്, അല്ല എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിലോ അത് കൊണ്ടുപോയി അടക്കണ്ടേ, ശരീരം കൊണ്ട് അടക്കണമല്ലോ, വെറുതെ അങ്ങനെ പക്ഷികൾക്കൊന്നും തിന്നാൻ കൊടുക്കാനൊക്കത്തില്ല. അതുകൊണ്ട് അവരതിനെ അന്വേഷിക്കാൻ വേണ്ടി പോയി. അവർ 3 ദിവസം അന്വേഷിച്ചിട്ടും അത് കണ്ടെത്തിയില്ല. എന്നാൽ അവരോട് ഈ എലീശ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് പോകരുതെന്നപ്പോഴേ പറഞ്ഞല്ലേ,
പോകേണ്ട കാര്യമില്ല, അത് ദൈവമാണ് ഏലിയാവിനെ അവിടെ നിന്ന് മാറ്റിയത്. നിങ്ങൾക്കത് കണ്ടുപിടിക്കാനൊക്കില്ല എന്നുള്ളതുകൊണ്ടാണ് പോകണ്ടെന്ന് എലീശ പറഞ്ഞത് എന്നും അവിടെ വെച്ച് മറുപടി പറയുന്നുണ്ട്. ഞാൻ ആദ്യം മുതൽ ഇവിടെ പറഞ്ഞത് ഇവർ തമ്മിൽ വേർപിരിയേണ്ട കാലമായപ്പോൾ എന്നാണ്. പക്ഷേ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതല്ല. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചുഴൽക്കാറ്റിൽ ഏലിയാവിനെ എടുത്തു എന്നാണ്. അപ്പം പൊതുവെ ഒരു വിശ്വാസവും ധാരണയുള്ളത് സ്വർഗത്തിലേക്ക് എടുത്തു എന്നുള്ള ആശയത്തിലാണ് പൊതുവെ ക്രിസ്തീയ സമൂഹങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ നമുക്ക് ഈ പുസ്തകത്തിൽ തന്നെ ഒരു തെളിവ് ശേഷിക്കുന്നത്, ഈ യഹോരാമിൻ്റെ കാലമൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ, 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ 21-ാം അധ്യായത്തിൽ ഒന്ന് വന്ന് പരിശോധിക്കുമ്പോൾ യഹോശാഫാത്തിൻ്റെ കാലവും യഹോരാമെന്ന് ഇപ്പോൾ നമ്മൾ വായിച്ച യഹോരാമിൻ്റെ കാലവും അതിൻ്റെ കാലമൊക്കെയും ഇങ്ങനെ കഴിഞ്ഞ് യഹോരാമിൻ്റെ കാലത്തിൻ്റെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ യഹോരാം ചെയ്തിരുന്ന ഈ ആഹാബിൻ്റെ മകൾ ആണ് യഹോരാമിൻ്റെ ഭാര്യയായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആഹാബ് ചെയ്ത പോലെയൊക്കെ തന്നെ ദോഷമായ കാര്യങ്ങൾ ഈ യഹോരാമൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മോശമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പം അവിടെ വായിക്കുന്നത്, ഏതോം ഇന്നുവരെ യഹൂദയുടെ മേലധികാരത്തിൽ മത്സരിച്ച് നിൽക്കുന്നു. അവൻ തൻ്റെ പിതാക്കന്മാരെ യഹോവ ഉപേക്ഷിച്ചുകൊണ്ട് ആ കാലത്ത് തന്നെ ലിബ്നയും അവൻ്റെ മേലധികാരത്തോട് മത്സരിച്ചു. അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരി ഉണ്ടാക്കി യെരുശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി യഹൂദയെ തെറ്റിച്ചു കളഞ്ഞു. അന്ന് ഏലിയാവിൻ്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് വന്നത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നടന്ന ഏലിശായും ഏലിയാ പ്രവാചകനും തമ്മിൽ വേർപിരിഞ്ഞ കാലത്തിന് ശേഷം യഹോരാമിന് ഏലിയാ പ്രവാചകൻ്റെ ഒരു എഴുത്ത് വന്നുവെന്ന് നമ്മൾ 2 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്വർഗത്തിലേക്ക് എടുത്തതല്ല, ഇവർ തമ്മിൽ വേർപിരിയേണ്ട സമയമായി, താനൊരു ഒറ്റയ്ക്കൊരു ശുശ്രൂഷ ചെയ്യേണ്ട സമയമായപ്പോൾ ഏലിയാവും എലീശായും തമ്മിൽ വേർപിരിക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടായി. അതിന് ദൈവം എങ്ങോട്ടാണ് പോയതെന്ന് ഈ എലീശായ്ക്ക് അറിയില്ല, അല്ലെങ്കിൽ ഈ പ്രവാചക ശിഷ്യന്മാർക്ക് അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. ദൈവം അവരെ തമ്മിൽ വേർപിരിച്ചു. അതിന് ഈ ഒരു ദർശനം പോലെ ഒരു സംഗതി ദൈവം എലീശായെ കാണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഈ 2 രാജാക്കന്മാർ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ബാക്കി വരുമ്പോൾ, അപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ വളരെ മോശമായി. അപ്പം എലീശ പറഞ്ഞു, ഒരു തളിക കൊണ്ടുവരിക, അതിനകത്ത് ഉപ്പും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഉപ്പ് കൊണ്ടുവന്നിട്ട് ആ ഉപ്പ് വെള്ളത്തിലിട്ടപ്പം ആ വെള്ളം കുടിക്കാൻ മറ്റേ വിഷമായിരുന്നു, മരണകാരണമായൊരു വെള്ളമായിരുന്നത്. അത് വെള്ളം കുടിക്കാൻ യോഗ്യമായി മാറി. പിന്നെ അവിടെ നിന്ന് ബഥേലിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് കുറേ ചെറുപ്പക്കാർ 42 പേരുണ്ടായിരുന്നു. അവർ മൊട്ടത്തലയാ കയറി വാ എന്നും പറഞ്ഞിട്ട് പരിഹസിച്ചു, കളിയാക്കി. അപ്പം എലീശ തിരിഞ്ഞ് അവരെ ശപിച്ചു. കാട്ടിൽ നിന്ന് 2 പെൺകരടി കയറി വന്നിട്ട് ഒരു 42 ബാലന്മാരെയും കീറിക്കളഞ്ഞു. ഇവിടെ നമ്മൾ 3 അത്ഭുതങ്ങളാണ് എലീശയിൽ നിന്ന് കാണുന്നത്. ഒന്ന്, വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം യോർദാനിലെ നദി 2ആയിട്ട് മാറി അതിന് നടുക്കൂടെ ഉണങ്ങിയ നിലത്തോടുകൂടി തിരിച്ചു വരുന്നത്, ഇങ്ങോട്ട് മടങ്ങി വരുന്നത്. 2, കുടിക്കാൻ യോഗ്യമല്ലാത്ത വിഷകരമായ ജലത്തെ ശുദ്ധമാക്കുന്നത്. 3, തന്നെ കളിയാക്കിയ 42 ബാലന്മാരെ ശപിച്ച് അവരെ കരടി വന്ന് അവരെ കടിച്ച് കൊന്നുകളയുന്നതും. ഇതാണ് നമ്മൾ കാണുന്ന 3 അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്ന് എലീശ മുഖാന്തരം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇനിയും ചില കാര്യങ്ങളിലൂടെ എലീശയുടെ ജീവിതത്തിൽ നമ്മൾ കാണും. അത് ഏലിയാവ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ എലീശയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ എലീശ ആവശ്യപ്പെട്ട നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരണമെന്ന് പറഞ്ഞത് സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ആ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. 2-ാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാമത്തെ അധ്യായം. ഈ 50-ാമത്തെ അധ്യായം
ബാബേലിനെ കുറിച്ചുള്ളൊരു പ്രവാചകമാണ്. പക്ഷേ വളരെ ദീർഘമായ ഒരു അധ്യായമാണിത്. എങ്ങനെയൊക്കെയാണ് ബാബേലിനെ അല്ലെങ്കിൽ കൽദയ ദേശത്തെ അവിടുത്തെ രാജാക്കന്മാരെ, അവിടുത്തെ സൈന്യത്തെ ഒക്കെ ആ ദേശത്തെ നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ എങ്ങനെയാണ് ദൈവം നടപ്പിലാക്കുന്നതെന്ന് അത് വായിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ഇടപെടലുകൾ ദൈവത്തിൻ്റെ അതിനകത്ത് നമുക്ക് വായിക്കാൻ പറ്റും. അത് മുഴുവൻ നമുക്ക് വായിക്കാൻ ഈ ഒരു ചെറിയ സമയത്തിന് സമയമില്ലാത്തതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ചുരുക്കിയ കാര്യങ്ങൾ പറയുന്നതാണ്. നമ്മൾ വായിക്കുന്ന ബാബേൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ബേൽ ലജ്ജിച്ചു പോയി, മേരോദ് തകർന്നിരിക്കുന്നു, അതിൻ്റെ വിഗ്രഹങ്ങൾ ലജ്ജിച്ചു പോയി, അതിലെ ബിംബങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് പറവിൻ. വടക്ക് നിന്നൊരു ജാതി അതിൻ്റെ നേരെ പുറപ്പെട്ടു വരും. അപ്പോൾ വടക്ക് നിന്ന് പറഞ്ഞാൽ ഈ കനാൻ ദേശം നമ്മുടെ ഇസ്രായേൽ, കനാൻ ദേശം തന്നെയാണ് ഇസ്രായേൽ ആയത്. ഞാൻ കനാൻ ദേശം എന്ന് വീണ്ടും പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ ദേശത്തിൻ്റെ അല്ലെങ്കിൽ യഹൂദ ദേശത്തിൻ്റെ വടക്കായിട്ടാണ് കൽദയ ദേശത്തെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അത് വടക്ക് തന്നെ, വടക്ക് കിഴക്കായിട്ടാണ് കൽദയ ദേശം അല്ലെങ്കിൽ ബാബേൽ കിടക്കുന്നത്. ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അങ്ങനെ വടക്കു നിന്നാണ് പറയുന്നത് ഈ കൽദയർ വരുന്നത്. അപ്പം കൽദയർക്കും വടക്ക് നിന്നാണ് അവർക്കുണ്ടാകുന്ന നാശം വരുന്നത്, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനിരിക്കുന്ന ആളുകൾ വരുന്നത് അവർക്കും വടക്ക് നിന്നാണ് നമ്മൾ വായിക്കുന്നത്. വടക്ക് നിന്നൊരു ജാതി അതിൻ്റെ നേരെ പുറപ്പെട്ടു വരും, അത് ആ ദേശത്തെ ശൂന്യമാക്കും, അതിലാരും വസിക്കാതാവും, മനുഷ്യരും മൃഗങ്ങളും ഓടിപ്പോയി കളയും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിനകത്ത് ബാബേലിനെ കുറിച്ചുള്ളൊരു അതിൻ്റെ ഭാവിയെ സംബന്ധിച്ചാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ഇതിനകത്ത് പ്രത്യാശ തരുന്നൊരു കാര്യമാണ് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലുള്ളത്. ആ കാലത്ത് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് കരഞ്ഞും കൊണ്ട് വന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കും. ഇന്നങ്ങനല്ലല്ലോ. ഇന്ന് അവർ ദൈവത്തെ അന്വേഷിക്കാതെ ആയതുകൊണ്ടാണല്ലോ 70 വർഷത്തെ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നത്. ഈ ഭാവിയിൽ, അതായത് യിരെമ്യാ പ്രവാചകന്റെ കാലത്ത് തന്നെ അത് സംഭവിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പ്രവചന ശുശ്രൂഷയുടെ അവസാന കാലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്, നമ്മൾ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഇവരെ അതായത് കൽദയരെ ആ തരത്തിൽ ശിക്ഷിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴും വരുന്നൊരു വലിയ പ്രത്യാശയുടെ വചനമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവരൊരുമിച്ച്, ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് തങ്ങളുടെ ദൈവമായ അന്വേഷിക്കുക. അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സിയോനിലേക്ക് മുഖം തിരിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വരുവിൻ, മറന്നുപോകാത്ത ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയായ ദൈവത്തോട് ചേർന്ന് കൊള്ളാമെന്ന് അവർ ഒരുമിച്ച് പറയുമെന്നാണ്. അപ്പോൾ എൻ്റെ ജനം കാണാതെ പോയ ആടുകളായി തീർന്നിരിക്കുന്നു, അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലകളിൽ ഉഴന്നു നടക്കുമാറാക്കിയിരിക്കുന്നു, അവർ മലയിൽ നിന്ന് കുന്നിലേക്ക് പോയി തങ്ങളുടെ കിടപ്പിടം മറന്നു കളഞ്ഞു എന്നൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞു. അവരെ കാണുന്നവരൊക്കെ അവരെ തിന്നുകളയുന്നു, അവരുടെ വൈരികൾ നാം കുറ്റം ചെയ്യുന്നില്ല, അവർ നീതിനിവാസമായ യഹോവയുടെ, അവരുടെ പിതാക്കന്മാരുടെ പ്രത്യാശയായ യഹോവയുടെ തന്നെ പാപം ചെയ്തുവല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവരെ ഉപദ്രവിക്കാൻ വന്നവരെയൊന്നും ദൈവം വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു. അത് 17-ാമത്തെ വാക്യം. സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു. ആദ്യം അശൂർ രാജാവ് അതിനെ തിന്നു, ഇപ്പോൾ ഒടുക്കം ബാബേൽ രാജാവ് നെബൂഖദ്നേസർ അതിൻ്റെ അസ്ഥികളെ, ഈ ഇസ്രായേലിൻ്റെ അസ്ഥികളെ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണ്ടും പറയുന്നത്, അശൂർ രാജാവിനെ എങ്ങനെയാണോ സന്ദർശിച്ചത്, അശൂർ എന്ന രാജ്യത്തെ ദൈവം എങ്ങനെയാണോ കൈകാര്യം ചെയ്തത്, അതുപോലെ ഞാൻ കൽദയ രാജാവിനെയും അല്ലെങ്കിൽ നെബൂഖദ്നേസറിനെയും ഈ കൽദയ രാജാവിനെയും ബാബേൽ രാജാവിനെയും അവൻ്റെ രാജ്യത്തെയും സന്ദർശിക്കും. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചിൽ പുറത്തേക്ക് മടക്കി വരുത്തും, എന്നിട്ട് കർമ്മേലിലും ബാശാനിലും ഒക്കെ സ്വസ്ഥമായി അവർ ജീവിക്കും എന്ന് എഴുതിയിരിക്കും, നമ്മൾ വായിക്കാം. പിന്നെ ഒരു മെറാഥയും എന്നൊരു ദേശത്തിൻ്റെ നേരെ ചെല്ലുക, അതിന് എഴുതിയിരിക്കുന്നത് ദ്വിമത്സരമെന്ന്. അപ്പോൾ ഇരട്ടി നാശയോഗ്യർ അല്ലെങ്കിൽ ഇരട്ടി വഷളന്മാർ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ഒരു പരിഹാസമായിട്ട് എഴുതിയിരിക്കുന്ന വാക്കാണ്. ഈ കൽദയ ദേശത്തെക്കുറിച്ച് തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിന് താഴെ ഒരു പെക്കോദ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു പട്ടണം, അങ്ങനത്തെ പട്ടണം ഉണ്ട് താനും. അപ്പോൾ അതങ്ങനെ നമ്മളൊരു വേറൊരു സ്ഥലത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ട. അത് ഈ പറഞ്ഞ കൽദയ ദേശത്തെ കുറിച്ച് തന്നെയാണ് ഈ മെറാഥയും എന്നും പെക്കോദും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീ അവരുടെ പിന്നാലെ ചെന്ന് വെട്ടി നിർമൂലം നാശം വരുത്തി ഞാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുക എന്ന യഹോവയുടെ അരുളപ്പാട്. ബാബേലെ, ഞാൻ നിനക്ക് കെണി വെച്ചു, നീ അറിയാതെ അകപ്പെട്ടിരിക്കുന്നു, നിന്നെ കണ്ടെത്തി പിടിച്ചിരിക്കുന്നു. യഹോവയുടെല്ലോ നീ പൊരുതിയത്. യഹോവ തൻ്റെ ആയുധശാല തുറന്ന്
തൻ്റെ ക്രോധത്തിൻ്റെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് വന്നു. ഈ ബാബേൽ രാജാവ് വലിയ പ്രതാപശാലിയായിരുന്നു. കാരണം ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും ഭയമുള്ള രാജാവായിരുന്നു. അതുപോലെ തന്നെ പ്രതാപവും സമ്പത്തും അധികാരവും ഒക്കെയുള്ള ഒരുപാട് രാജ്യങ്ങളെ തോൽപ്പിച്ച കീഴടക്കിയ ഒരു രാജ്യവും രാജാവുമൊക്കെയാണ്. അപ്പോൾ ആ രാജാവിനെ അല്ലെങ്കിൽ അവരെ തന്നെ ഉണർത്തിക്കൊണ്ട് വന്നിട്ടാണ്, ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് അവർ യഹൂദായിൽ വരുന്നതും അവരെ പിടിച്ച് 70 വർഷത്തെ യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ 70 വർഷത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. പക്ഷെ അവരുടെ അഹങ്കാരം ആ തരത്തിൽ ദൈവത്തിന് അതിന് കൈകാര്യം ചെയ്യാനൊക്കെ. നെബൂഖദ്നേസർ തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിട്ട് നെബൂഖദ്നേസർ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്, യഹോവയായ ദൈവം അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്ന് കൽദയ രാജാവായ നെബൂഖദ്നേസർ സംസാരിക്കുന്ന നമുക്ക് അറിയാം. അത്തരം തന്നെ ദൈവത്തെ മനസ്സിലാക്കിയ, ദൈവത്തെ തിരിച്ചറിഞ്ഞ, അതിന് തിരിച്ചറിയാൻ തിരിച്ചറിഞ്ഞ ഒരു രാജാവ് തന്നെയാണ് ബാബേൽ രാജാവ്. പക്ഷേ നിഗളം ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ അല്ലെങ്കിൽ ആ രാജ്യത്തെ നശിപ്പിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കേണ്ട, പ്രതികാരം ചെയ്യേണ്ട ഒരു കാര്യവും ദൈവത്തിനുണ്ടായിരുന്നു. അവരുടെ നാൾ, അവരുടെ സന്ദർശനകാലം വന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രതികാരം തൻ്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള, അതായത് തൻ്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ സിയോനിൽ. ഇപ്പം യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടല്ലോ, അതാണ് മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം എന്ന് പറയുന്നത്. സിയോനിൽ അറിയിക്കേണ്ടതിന് ബാബേൽ ദേശത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നവരുടെ ഘോഷം, ബാബേലിൻ്റെ നേരെ വില്ലാളികളെ വിളിച്ചു കൂട്ടുവിൻ, വില്ല് കുലയ്ക്കുന്ന ഏവരുമായുള്ളവർ അതിൻ്റെ നേരെ ചുറ്റും പാളയം ഇറങ്ങുവിൻ, അതിൽ നിന്ന് ആരും ചാടിപ്പോകും. അപ്പം ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് വായിച്ച് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനോട് തന്നെ അഹങ്കാരം കാണിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പം ഈ എല്ലാ പ്രതാപത്തിലേക്കും ഒക്കെ കൊണ്ടുവന്ന ദൈവത്തെ, അല്ലെങ്കിൽ ആ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ ഇടയാക്കിയ ദൈവത്തെ തന്നെ മറന്നു കളഞ്ഞുകൊണ്ട് ഈ അഹങ്കാരം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിലെ യൗവനക്കാർ അതിൻ്റെ വീഥികളിൽ വീഴും, അതിലെ യോദ്ധാക്കളൊക്കെയും നശിച്ചു പോകും എന്ന് ദൈവം അറിയിക്കുകയാണ്. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ കർത്താവിൻ്റെ അരുളപ്പാട്. പിന്നെ തുടർന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുപോലെ പീഡിതരായിരിക്കുന്നു. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവരൊക്കെയും അവരെ വിട്ടയപ്പാൻ മനസ്സില്ലാതെ മുറുകെ പിടിച്ചുകൊള്ളുന്നു. എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ. ആരാണ്? യഹോവയായ ദൈവം ശക്തിമാൻ, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേൽ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും. ഇവിടെ നമ്മൾ 49-ാം അധ്യായത്തിൽ വായിച്ചൊരു കാര്യം ഇവിടെ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. അത് ഇതാണ്: ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിന് നിയമിക്കും, ഈ ബാബേലിനെതിരായിട്ട്. എനിക്ക് സമനായവൻ ആർ. അപ്പം ഇത് മുമ്പ് ബാബേലിനെ, ഇസ്രായേലിനെ ശരിയാക്കാൻ വേണ്ടി, യഹൂദയെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ബാബേലിൽ രാജാവിനെ ദൈവം തിരഞ്ഞെടുത്ത് അയക്കുന്നത് പോലെ, അതിനുശേഷം 70 വർഷ സംവത്സരത്തെ ഈ പ്രവാസത്തിന് ശേഷം അന്ന് പാഴ്സി രാജാവ് കോരശിനെയാണ് എൻ്റെ ദാസനായ കോരശ് എന്ന് തന്നെയാണ് ബൈബിളിൽ കോരശിനെ കുറിച്ച് പറയുന്നത്. ആ കോരശിൻ്റെ മനസ്സുണർത്തിയിട്ടാണ് ഈ തിരിച്ചു വരവ്, ഇസ്രായേലിലേക്ക്, യഹൂദയിലേക്ക് ഇവർ മടങ്ങി വരുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെയും രാജാവ് അനുവദിച്ചാലേ ഒക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇവരോട് ആർദ്രമാക്കി മാറ്റി ദൈവം. അപ്പോൾ അതും ദൈവം തന്നെയാണ് ആ കോരശിൻ്റെ മനസ്സുണർത്തുന്നത്. ഇപ്പോൾ ഇവിടെയും വായിക്കുന്നത്, ഈ ബാബേലിനെതിരെ ഞാൻ ഒരുവനെ എഴുന്നേൽപ്പിക്കുമെന്നാണ്. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിനെ നിയമിക്കും. എനിക്ക് സമനായവനാർ, എനിക്ക് നേരം കുറിക്കുന്നവനാർ, എൻ്റെ മുമ്പാകെ നിൽക്കാവുന്ന ഇടയനാർ. ഇപ്പം ഇത് നമ്മൾ 49-ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് യഹോവ ബാബേലിനെ കുറിച്ച് ആലോചിച്ച ആലോചനയും കൽദേറുടെ ദേശത്തെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പിൻ. ആട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ചുകൊണ്ടു പോകും. അവൻ അവരുടെ മേൽപ്പിച്ചിൽ പുറങ്ങളെ അവരോടുകൂടെ ശൂന്യമാക്കി കളയും. ബാബേൽ പിടിക്കപ്പെട്ടു എന്ന ഘോഷം കൊണ്ട് ഭൂമി നടുങ്ങുന്നു, അതിൻ്റെ നിലവിളി ജാതികളുടെ ഇടയിൽ കേൾക്കുന്നു. കാരണം ജാതികളെല്ലാം അതുപോലെ നോക്കിക്കണ്ട ഒരു രാജ്യവും രാജാവുമൊക്കെയാണ് ബാബേലും ബാബേലിൻ്റെ രാജാവും ഒക്കെ. അപ്പോൾ അതുപോലെ പ്രതാപശാലി അവർ നശിച്ചു എന്ന് കേൾക്കുന്നത് ഭൂമിയിൽ, അല്ലെങ്കിൽ ലോകത്തിന്, അല്ലെങ്കിൽ ജഡീക ഒരു ലോകത്തിന്, മറ്റുള്ള രാജ്യങ്ങൾക്ക് അതൊരു അത്ഭുതകരമാണ്. അങ്ങനെ അവർ നശിച്ചു പോകുമോ? അവരത്ര പ്രതാപശാലികളായിരുന്നില്ലേ?
അപ്പോൾ അതാണ് നമ്മൾ അവസാനം വായിക്കുന്നത്. ബാബേൽ പിടിക്കപ്പെട്ടു എന്ന ഘോഷം കൊണ്ട് ഭൂമി നടുങ്ങുന്നു എന്നാണ്. അതിൻ്റെ നിലവിളി ജാതികളുടെ ഇടയിൽ കേൾക്കുന്നു. അപ്പം അത്ര എത്ര ഉന്നതനായിരുന്നാലും, എത്ര അത്യുന്നതനായിരുന്നാലും, എത്ര ഭൂമിയിലെ അതുപോലെ ഒരുപാട് രാജാക്കന്മാർ നമുക്ക് കാണാമല്ലോ. ചക്രവർത്തിമാർ ഭൂമിയിൽ കാണാം. നമ്മൾ ഏറ്റവും വായിക്കുന്ന അലക്സാണ്ടറിനാണ്. അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്നാണ്. അലക്സാണ്ടറിൻ്റെ അവസാനവും എന്തായിരുന്നു? അലക്സാണ്ടറിൻ്റെ രാജ്യവും നശിച്ചുപോയി, അലക്സാണ്ടറും നശിച്ചുപോയി. ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പം, 33 വയസ്സ് തന്നെ അദ്ദേഹവും മരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആ പ്രതാപെല്ലാം പോയി. അപ്പോൾ അതൊക്കെ ദൈവം അതൊന്നും അങ്ങനെ നിലനിർത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പം ദൈവത്തിനെ മറന്ന് അല്ലെങ്കിൽ വരുന്ന ആളുകളൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ശാശ്വതമായി നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ ആളുകളും ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവവും തന്നെയാണ് എന്നുള്ളതും കൂടി നമ്മൾ ആ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആകുന്നു. മൂന്നാമത്തെ വായനാ ഭാഗം 1 കൊരിന്ത്യർ 10-ാം അധ്യായം. ഇവിടെ മുൻപ് നടന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായം തുടങ്ങുന്നത്. ഇവിടെ അധ്യായം തുടങ്ങുന്നതെന്ന് പറയുമ്പം ഇത് മൊത്തത്തിലൊരു കത്താണ്. ആ കത്തിനെ പിന്നീടുള്ള കാലത്ത് പല അധ്യായങ്ങളാക്കി മാറ്റിയതാണ് വായനാ സൗകര്യത്തിന് വേണ്ടി. ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ 10-ാം അധ്യായം എന്ന് വിചാരിച്ച് ഇത് എഴുതിയിട്ടില്ല. എഴുതിയതിൽ പിന്നീട് ഇത് അധ്യായങ്ങളായിട്ട് തിരിക്കപ്പെട്ടതാണ്. ഇവിടെ നമ്മുടെ മുമ്പിൽ 10-ാമത്തെ അധ്യായം എന്നാണ് ഉള്ളത്. ആ നേരത്തെ 9-ാം അധ്യായം നമ്മൾ വായിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ 10-ാമത്തെ അധ്യായം. അപ്പോൾ പറയുന്നത്, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കൂടെ കീഴിലായിരുന്നു. നമ്മൾ ഈ മേഘത്തെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചു. ആ മേഘത്തിൻ്റെ കീഴിൽ അവർ പകലും രാത്രിയും ആ മേഘത്തിൻ്റെ കീഴിലായിരുന്നു. പകല് മേഘമായിട്ടും രാത്രി അത് വിളക്കായിട്ടും അവരുടെ ചലിച്ചുകൊണ്ടോ നിശ്ചലമായോ അവർക്ക് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരുന്നു, മുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ്. മോശയോട് ചേരുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന്, അതാണ് മന്ന. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവർ പാറയിൽ നിന്ന് പൊട്ടിച്ച് പാറയിൽ അടിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം അവരെല്ലാവരും കുടിച്ചു. അവരെ അനുഗ്രഹിച്ച ആത്മീക പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. ആ പാറയെ ക്രിസ്തുവാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യത്തിലാണ് ഇന്ന് പൗലോസ് അപ്പോസ്തലൻ നിൽക്കുന്നത്. അന്നവിടെ പാറയിൽ അടിച്ചു, ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. ആ പാറയിലെ വെള്ളം അവരെല്ലാം കുടിച്ചു. അത് ഭൗതികമായി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യത്തെ ആത്മീകമായ ഒരു കാഴ്ചയായിട്ട്, ആത്മീകമായ ഒരു സത്യമായിട്ട്, ആത്മീകമായ ഒരു പൊരുളായിട്ട് അതിനെ പൗലോസ് അപ്പോസ്തലൻ ഈ ജനത്തോട് പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ ആ കുടിച്ച പാറ അത് യേശുക്രിസ്തു എന്ന പാറയാണ്. അതിൽ നിങ്ങൾ കുടിച്ച വെള്ളം അത് വെറും പച്ചവെള്ളമല്ല, മറിച്ച് അത് ആത്മീകമായ പാനീയമാണ് എന്നുള്ളതാണ്. അതാണ് അവിടെ പറഞ്ഞു. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. എല്ലാവരും കനാൻ ദേശത്ത് വന്നില്ല, അറിയാമല്ലോ. കനാൻ ദേശത്ത് വന്നത് ആകെ 2 പേരാണ്. ലക്ഷങ്ങൾ പുറപ്പെട്ടെങ്കിലും കനാൻ ദേശത്ത് പുറപ്പെട്ടവരിൽ പ്രവേശിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ പുറപ്പെട്ടതിൽ പ്രവേശിച്ചവർ 2 പേരേ ഉള്ളൂ. അത് യോശുവയും കാലേബുമാണ്. ഒന്ന് നോക്കൂ, ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് കനാൻ ദേശത്തേക്ക്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചവർ വെറും 2 പേർ മാത്രം, യോശുവയും കാലേബും. ബാക്കി പുറപ്പെട്ടവരൊക്കെ ഈ വഴിമധ്യേ അല്ലെങ്കിൽ മരുഭൂമിയിലൊക്കെ വെച്ച് ജനിച്ചവരാണ്, പുതുതായി ജനിച്ചവരാണ്. അവരാണ് ബാക്കി യോശുവയോടും കാലേബിനും കൂടെ ഈ കനാൻ ദേശത്തെ പ്രവേശിച്ചത്. അപ്പോൾ അവിടെ അവരിൽ മിക്കവരിലും പ്രസാദിച്ചില്ല എന്ന് പറയുമ്പം ആരിലും പ്രസാദിച്ചു, വെറും 2 പേർക്ക് മാത്രമാണ്. അവർ മരുഭൂമിയിൽ വന്ന വഴിയിൽ അവർ മരിച്ചു. അവരെല്ലാം കുഴിച്ചിട്ട് ഇങ്ങനെ വരികയാണ് എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ഇത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നൊരു സാഹചര്യമാണ് പ്രായോഗിക തലത്തിൽ. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ സംഗതിയെക്കുറിച്ച് ഭയക്കേണ്ടതാണ്. നമ്മൾ പലതും ത്യജിച്ചും പലതും സഹിച്ചും മുന്നോട്ട് പോവുകയും
അവസാനം നമുക്ക് ദൈവം വച്ചിരിക്കുന്ന വാഗ്ദത്തം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഈ ചെയ്ത കാര്യങ്ങളൊക്കെയും വ്യർത്ഥമാകുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്, അല്ലെങ്കിൽ മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഭാഗം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് ഒരു ദൃഷ്ടാന്തത്തിനാണ്. ആ ലക്ഷങ്ങൾ പുറപ്പെട്ടിട്ട് 2 പേരാണ് എത്തേണ്ടടുത്ത് എത്തിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ വരുത്താൻ വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ താഴോട്ട് അതിൻ്റെ 8-ാം വാക്യത്തിൽ, അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. എന്താ സംഭവിച്ചത്? അവിടെ ഈ പരസംഗം എന്നൊക്കെ പറയുമ്പോൾ പരസംഗം നടന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പരസംഗവുമുണ്ട്. അതുപോലെ തന്നെ അന്യദൈവങ്ങളെ അന്വേഷിച്ചു പോകുന്ന പ്രവൃത്തികളുമുണ്ട്. ഇതൊന്നും ദൈവത്തിന് പ്രസാദകരമല്ല. അങ്ങനെ അപ്പോൾ ആ പരസംഗം, അവിടെ ഒരു പരസംഗം ഉണ്ടായിട്ടുണ്ട്. ബയോറിലെ ഇത് അവിടുത്തെ മോവാബി സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ ബലിയാമിൻ്റെയൊക്കെ ഉപദേശത്താൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് സംഭവിച്ചതിന് ഇവിടെ ആത്മീകമായ ഒരു പരസംഗത്തായിട്ട് നമ്മൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അതിന് പറയുകയാണ്. അവിടെ അങ്ങനെ സംഭവിച്ചതിന് ഇവിടെ നമ്മൾ ഇന്ന് ഈ ജനത്തോട് പറയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അന്യദൈവങ്ങളുടെ പുറകെ പോകുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ പോകുന്നവരെ അവർ സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പെറുപെറുക്കരുത്. ഇതും ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. ഈ ഭാവിയിൽ ഇത് പലരും ഇത് വായിച്ചിട്ടുണ്ട്. ഈ കാലങ്ങളിൽ ഇതിനു മുമ്പ് നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കൊണ്ട് പലരും ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നും നമ്മളിത് വായിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കണം. തുടർന്ന് ഉള്ള പല തലമുറകളും ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് നിങ്ങളുടെ ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. ആകയാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ല. അപ്പോൾ ഈ നമ്മൾ നിൽക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്ക് വേറെ ദോഷങ്ങളൊന്നും വന്നിട്ടില്ല, ശിക്ഷകൾ വന്നിട്ടില്ല. നമ്മൾ ബൈബിൾ റീഡിങ് നടത്തുന്നുണ്ട്, പള്ളി ആരാധനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നിൽക്കുന്നു എന്നാണ്. നമ്മൾ നിൽക്കും, അവസാനം വരെ നിൽക്കും, അവസാനം കഴിഞ്ഞാലും നിൽക്കും, ഇവിടെ തന്നെ കാണും, അല്ലെങ്കിൽ വാഗ്ദത്തത്തിനകത്ത് നമ്മളുണ്ട് എന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളു. ശരി, നിൽക്കുക തന്നെ ആയിരിക്കും, നിൽക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ. എന്നാൽ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്നുള്ള വലിയ ഒരു മുന്നറിയിപ്പാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ തരുന്നത്. എന്നിട്ട് പറയുന്നത്, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടും കൂടി അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും. സാധാരണ കുട്ടികളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ട് എഴുതിയ പരീക്ഷയിൽ ആ പരീക്ഷ 100 മാർക്കിൻ്റെ ചോദ്യമാണ്. 100 മാർക്കിൻ്റെ അല്ലെങ്കിൽ 100 ചോദ്യമുള്ള 100 എങ്ങനെയെങ്കിലും 100 മാർക്കിൻ്റെ ചോദ്യത്തിനകത്ത് അവിടെ ചോദ്യം മാത്രമല്ലല്ലോ, ഇത് എഴുതാനുള്ള വഴികളും ആ പുസ്തകങ്ങളിലൂടെ നമ്മൾ പഠിച്ച്, അധ്യാപകർ പഠിപ്പിച്ച്, സ്വയം പഠിപ്പിച്ച്, ട്യൂഷനൊക്കെ പോയി ഈ പരീക്ഷ വരും എന്നറിഞ്ഞുകൊണ്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് പോയിട്ടല്ലേ കുട്ടികൾ ആ പരീക്ഷ എഴുതുന്നത്. അത് 100% മേടിക്കുന്ന, 100 മാർക്ക് മേടിക്കുന്ന കുട്ടികളുണ്ട്. ആ പരീക്ഷയെ എങ്ങനെയാണ് അതിനായി തയ്യാറാകുന്നത്, അത് സഹിക്കാനുള്ള പോക്ക് വഴി, ഉണ്ടായിരുന്ന പോക്ക് വഴി എങ്ങനെയാണത് പ്രായോഗികമാക്കിയത് അല്ലെങ്കിൽ സ്വായത്തമാക്കിയത്, അതനുസരിച്ചായിരിക്കും ആ പരീക്ഷയിൽ ജയിക്കുന്നതോ ആ പരീക്ഷയിൽ 100% മാർക്ക് മേടിക്കുന്നതോ തോറ്റുപോകുന്നതോ 2-3 മാർക്ക് മേടിച്ചുകൊണ്ട് അടുത്ത വർഷം വീണ്ടും ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതോ ഒക്കെ ആ പോക്കുവഴിയോട് ഉണ്ടായിരുന്ന പോക്ക് വഴി കാണാതെ പോയത് കൊണ്ടാണ്. അപ്പോൾ നമുക്കും നമ്മുടെ പരീക്ഷ, ഇത് കുട്ടികൾ എഴുതുന്ന ഭൗതികമായ ക്ലാസ് പരീക്ഷയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, ജീവിതത്തിൽ നമ്മൾ നേരിടാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ആ പരീക്ഷയോട് കൂടി ദൈവം അതിനകത്തൊരു പോക്ക് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആ പോക്ക് വഴി എന്താണെന്ന് കണ്ടെത്തുകയും ആ പോക്ക് വഴിയിലൂടെ ആ പരീക്ഷ ജയിക്കുകയും ചെയ്യേണ്ടതാകുന്നു. അതുകൊണ്ട് വിഗ്രഹാരാധന വിട്ടോടുവാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വിഗ്രഹാരാധന വിട്ടോടുക, അന്യദൈവങ്ങളുടെ പുറകെ പോകുന്നത്
ഇല്ലാതാക്കുക, മതിയാക്കുക, അല്ലെങ്കിൽ അതിലേക്ക് പോകാതിരിക്കുക. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ല. അത് നമ്മൾ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അപ്പം നുറുക്കുന്നതും വീഞ്ഞ് ഭക്ഷിക്കുന്നതൊക്കെ. അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്. അപ്പം ഒന്ന് ആകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുമ്പോൾ യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിൻ്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നത് വിഗ്രഹാർപ്പിതമൊക്കെ കഴിക്കുന്നതിനെ സംബന്ധിച്ചാണ്. വിഗ്രഹാർപ്പിതം ഒന്നുമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ വിഗ്രഹത്തിൽ കഴിച്ച് വിഗ്രഹത്തിന് അർപ്പിച്ചതാണെന്ന് പറഞ്ഞുള്ള വലിയ പ്രാധാന്യത്തോടുകൂടി അത് കഴിക്കുമ്പോൾ അത് ദൈവത്തെ വിട്ടുമാറുന്ന പ്രക്രിയയാണ്. അപ്പം അവിടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അതും കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ അന്വേഷിക്കട്ടെ. അപ്പം നമ്മൾ നമ്മുടെ ജീവിതവും നമ്മുടെ സന്തോഷവും നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി ദൈവീക കാര്യങ്ങൾ ചെയ്തു പോകുന്ന മാത്രമല്ല, മറ്റുള്ളവർക്കും വേണ്ടി അവരുടെ ഗുണം കൂടി അവർക്ക് വേണ്ടിയും കാര്യങ്ങൾ ചെയ്യുകയും അവരെ ഉപദേശിക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എന്ത് വിളമ്പിയാലും നിങ്ങൾ തിന്നുക. അവിശ്വാസികൾ നിങ്ങളെ ക്ഷണിച്ചെന്ന് വെച്ചു. അവിശ്വാസിയാണ്, നിങ്ങളെ ക്ഷണിച്ചിട്ട് അവിടെ ചെല്ലുന്നത് എന്ത് വിളമ്പ് തന്നാലും തിന്നുക. എന്നാൽ ഒരുവൻ പറയുകയാണ് ഇത് വിഗ്രഹാർപ്പണം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തം, അതായത് അവൻ്റെ മനസാക്ഷി നിമിത്തം നമ്മൾ തിന്നരുത്. മനസാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിക്ക് നമുക്കറിയാം ഇത് വെറും ആഹാരം മാത്രമാണ്. ഇത് ഒരു ദൈവം, ഏകദൈവമേ നമുക്കുള്ളൂ. ഒരു ദൈവത്തിൻ്റെ മുമ്പിലും ഇത് വെച്ചതല്ല, ഒരു ദൈവത്തിൻ്റെയും നിവേദ്യമല്ലത്. ഇത് വെറും ആഹാരം മാത്രമെന്ന് നമുക്കറിയാം. പക്ഷേ അവൻ പറയാണ് ഇത് വിഗ്രഹാർപ്പണമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസാക്ഷി വെച്ചിട്ട് നമ്മൾ തിന്നരുതെന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം പറയുന്നത്, എൻ്റെ സ്വാതന്ത്ര്യം അന്യമനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവൻ. ഞാനും എൻ്റെ ഗുണമല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അവിടെ നമ്മൾ 10-ാം അധ്യായം എന്ന് പറയുന്നത് അവസാനിക്കുന്ന ഇങ്ങനെയാണ്: ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിനും അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ട് പ്രസാദിപ്പിക്കുന്നുവല്ലോ. അത് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും ഒക്കെ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് ഇത് വെറും വാക്കല്ല, പൗലോസ് അപ്പോസ്തലൻ ചെയ്ത വാക്കുകൾ അല്ലെങ്കിൽ ചെയ്തത് തന്നെയാണെന്ന് നമുക്ക് ബോധ്യം വരും. നമുക്ക് നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന അനേകം മാതൃകകളിൽ ഒരു ശ്രേഷ്ഠമായ മാതൃകയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ മാതൃക. ഇന്നലെ നമ്മൾ വായിച്ചില്ല, പൗലോസ് അപ്പോസ്തലന് യേശുക്രിസ്തു തന്നെ പറഞ്ഞതുപോലെ ഈ സുവിശേഷത്തിൽ നിനക്ക് അപ്പം കഴിക്കുമ്പോൾ സുവിശേഷത്തിൽ നിന്ന് നിനക്ക് ആദായം ഉണ്ടാക്കാം. ആദായം എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ അതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ അത് നിനക്ക് ഉപയോഗിക്കാം. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അതൊക്കെ ഉപദേശമുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ്. ഞാൻ എൻ്റെ ആഹാരത്തിന് വേണ്ടിയുള്ളത്, എൻ്റെ ചിലവുകൾക്ക് വേണ്ടിയുള്ളത് ഞാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ മാതൃക അത്തരം ട്രൂ ആയിട്ടുള്ള മാതൃകകൾ ഉള്ള ആൾക്കാർ അനേകരെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ മാതൃകകളുണ്ട്, യേശുവിൻ്റെ മാതൃകകളുണ്ട്. ഇതെല്ലാം ദൈവത്തിന് പ്രസാദകരമായ മാതൃകകളാണ്. അപ്പോൾ ഈ മാതൃകകൾ പലരുടെയും മാതൃകകൾ ചേർത്ത് വെക്കുന്ന ഒരു മാതൃകയാക്കി നമുക്ക് ഇനി മുമ്പിൽ വച്ചിരിക്കുന്ന നമ്മുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറകൾക്കോ നമുക്കും ഒരു മാതൃകയായി മാറുവാൻ കഴിയും. ഇത് പൗലോസ് അപ്പോസ്തലനും യേശുക്രിസ്തുവിനും അല്ലെങ്കിൽ നോഹയ്ക്കും അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒന്നും മാത്രം കഴിയുന്ന കാര്യങ്ങളായി നമ്മളിതിനെ മാറ്റിവെക്കേണ്ടതല്ല. ഇതെല്ലാം ഇവിടെ നമ്മൾ വായിച്ചല്ലോ, ഇതെല്ലാം നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരികയും ആ ഉപദേശിക്കപ്പെടുന്ന ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റുകയും നമ്മൾ തന്നെ ഒരു മാതൃകയായി മാറുകയും ചെയ്യാൻ കഴിയും എന്നുള്ളതിന് 100% നമുക്ക് ഉറപ്പിക്കുന്ന, സർട്ടിഫൈ ചെയ്യുന്ന പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്.
അതിനാണ് ടെലിഫോൺ നമ്പർ എല്ലാ ദിവസവും അത് വെച്ചിരിക്കുന്നത്. അത് അത്തരം ഡിസ്കഷനിലൂടെ പോവുക. അതിനായി ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.